കൊല്ലത്തെ നവകേരള സദസ്സ് നടന്നപ്പോൾ കറുത്ത സൽവാർ ധരിച്ചെത്തിയ യുവതിയെ പോലീസ് തടഞ്ഞു വെച്ചിരുന്നു. അതായത് 7 മണിക്കൂറോളം അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ യുവതിയെ. എന്തായിരുന്നു കുറ്റം? കറുത്ത വസ്ത്രം ധരിച്ചു എന്നുള്ളത്. ഈ ഒരു ഹർജിയാണ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. അനു തൻ്റെ ഭർത്തൃമാതാവിനോടൊപ്പമാണ് അന്ന് അർച്ചന എന്ന കൊല്ലം സ്വദേശിനി ഇത്തരത്തിൽ നവകേരള സദസ്സ് വരുമ്പോൾ അതൊന്ന് കാണുന്നതിന് വേണ്ടി വന്നത്. അത് അവിചാരിതമായി കറുത്ത വസ്ത്രം ധരിച്ചാണ് അവിടെ എത്തിയത്. ഇതിൻ്റെ പേരിൽ 7 മണിക്കൂറോളം തടഞ്ഞു വെക്കുകയായിരുന്നു കുന്നിക്കോട് പോലീസ്. ഇതിനെതിരെയാണ് ഇപ്പോൾ അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലെങ്കിൽ സമാന രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലും ഒരു കേസ് പോലും ഇല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നോട് കാണിച്ച ഈ അനീതിക്കെതിരെയുള്ള നീതി തേടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ കേസ് നേരത്തെ ഒരിക്കൽ പരിഗണിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതേസമയം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് നീങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അഭിഭാഷകന് ഭീഷണിയുണ്ടെന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അഭിഭാഷകനെ പലരും ഫോണിൽ വിളിച്ച് ഈ കേസിൽ നിന്ന് പിന്മാറണം, ഇല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകരുത് എന്ന തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നു. അത്തരത്തിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു അനീതിക്ക് പിന്തുണയുമായി സ്വാഭാവികമായും പറയാം അത് CPM-ന്റെ ഗുണ്ടകൾ, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈബർ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ, ആ രീതിയിലുള്ളവർ തന്നെയാവണം ഇത്തരത്തിൽ സമീപിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തൻ്റെ കുട്ടിയെ സ്കൂളിൽ നിന്നും മടങ്ങി വരുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്താനുള്ള തയ്യാറെടുപ്പുകളോട് കൂടിയാണ് അന്ന് ഈ നവകേരള സദസ്സിലേക്ക് പോകുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ വെച്ച് പോലീസ് തടഞ്ഞു വെക്കുകയായിരുന്നു. പോലീസിനോട് ഈ കാര്യമെല്ലാം പറഞ്ഞിട്ടും അത് അനുവദിച്ചില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധവുമായാണ് കറുത്ത വസ്ത്രം ധരിച്ച് എത്തിയത് എന്നതാണ്. അപ്പോൾ ഏതൊരു ആളുടെയും വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു പിണറായിയുടെ പോലീസിന്റെ അധപ്പതനം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ഹർജിയായി വേണം ഇതിനെ കാണാനും. അതിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നതും അനു.